ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്ത് തൊട്ട് മുമ്പത്തെ ധ്യാനത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചൊരു കാര്യം, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കണം. ഫ്രാൻസിസ് മാപ്പ പറഞ്ഞനുസരിച്ച് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ നമ്മെ ആത്മപ്രശംസയിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിലേക്കല്ല നോക്കേണ്ടത്, നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കണം. അത് ആന്തരിക തലത്തിലേക്കുള്ള നോട്ടമെന്ന് പറയുന്നത് ആത്മാവിലേക്കും മനസ്സിലേക്കും, നമ്മുടെ മനസ്സാക്ഷി, അതുപോലെ നമ്മുടെ ആന്തരിക ജീവിതത്തിലേക്കുള്ള നോട്ടമാണ്. കാരണം അവിടെയാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ അടിസ്ഥാനം കിടക്കുന്നത്. ബാഹ്യമായിട്ട് അവരുടെ വ്യക്തിത്വമോ അവരുടെ സ്വഭാവ സവിശേഷതകളോ പ്രവർത്തനങ്ങളോ വാക്കുകളോ പ്രകടനങ്ങളോ ഒരുപക്ഷെ ആന്തരികതയുടെ പ്രകടനമാകണമെന്നില്ല. ചിലപ്പോൾ ആന്തരികതയിൽ വലിയ കോളിളക്കം ഉള്ളപ്പോഴും, ആന്തരികതയിൽ വലിയ മാലിന്യങ്ങളുള്ളപ്പോഴും, ആന്തരികതയിൽ പാപത്തിൻ്റെ ദുരന്തഫലമായി പൈശാചികത ഉള്ളപ്പോഴും അഭിനയിക്കാൻ അറിയാമെങ്കിൽ, നാട്യത്തിൻ്റെ മനസ്സുള്ളവരാണെങ്കിൽ ഭാഗ്യമായിട്ട് അവർ മിടുക്കരായിട്ട് നല്ലവരായിട്ടും വിശുദ്ധരായിട്ടൊക്കെ ചമഞ്ഞെന്ന് വരാം, അങ്ങനെ തങ്ങളെ തന്നെ പ്രത്യക്ഷപ്പെടുത്തിയെന്ന് വരാം. അപ്പം നമ്മുടെ കണ്ണുകളിലൂടെ തന്നെ നമ്മെ തന്നെ നോക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് യേശുവിൻ്റെ കണ്ണുകളിലൂടെ നമ്മെ തന്നെ നോക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ യേശു നമുക്ക് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരും. അത് രണ്ട് കാര്യങ്ങളായിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ മുമ്പിൽ പറയുന്നത്. ഒന്ന്, നമ്മുടെ കുറവുകൾ, നമ്മുടെ കുറ്റങ്ങൾ, തെറ്റുകൾ. പൊതുവായിട്ട് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളും പാപകരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ ചിന്താഗതികൾ, അല്ലെങ്കിൽ പാപകരമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള ചില തെറ്റുകൾ നമ്മുടെ ഉള്ളിലുണ്ടായി എന്ന് വരും. അവിടെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 25 വരെയുള്ള വചനങ്ങളിലെ ഒരു സന്ദേശം ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി തൻ്റെ തന്നെ ഉള്ളിലുള്ള കുറവുകൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അപകടമുണ്ട് എന്ന് യാക്കോബ് ശ്ലീഹ വഴി പരിശുദ്ധാത്മാവ് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള ഈ കുറവുകൾ അല്ലെങ്കിൽ പാപത്തിൻ്റെ ദുരന്തഫലമായ പൈശാചികത നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പാപം എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത്? പാപത്തെ വെറുത്തുപേക്ഷിക്കണം. പാപത്തെയും പിശാചിനെയും വെറുത്തുപേക്ഷിക്കുന്ന, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പാപത്തെയും പിശാചിനെ വെറുത്തുപേക്ഷിക്കുന്ന പുണ്യത്തിനാണ് ദൈവഭയം എന്ന് പറയുന്നത്. ദൈവഭയം എന്ന പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളിൽ ഒന്നായ ആ കാര്യം, അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വലിയ സമ്മാനമാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും പിശാചിനോടും പാപത്തോടുള്ള വെറുപ്പിൽ നിന്നും ഉദിക്കുന്ന പുണ്യമാണ് ദൈവഭയം. അവിടെ പിശാചും പാപവും എനിക്ക് വേണ്ട, ഞാനും പിശാചും കൂടെ കൂടുമ്പോഴാണ് എന്നിൽ പാപം ഉണ്ടാവുന്നത്. ഞാനും പിശാചുമായിട്ട് ഐക്യപ്പെടുമ്പോഴാണ് പാപം വരുന്നത്. അപ്പം ഞാൻ വെറുത്തുപേക്ഷിക്കുമ്പോൾ ഈ പാപത്തെ മാത്രം വെറുത്താൽ പോരാ, ഈ പാപത്തിലേക്ക് എന്നെ നയിച്ച പിശാചിനെ ഞാൻ വെറുക്കണം. പക്ഷെ അവിടെ ഒരു അപകടം കിടപ്പുണ്ട്. അപ്പോൾ ആ പാപത്തെയും പിശാചിനെ വെറുക്കുന്നതോടൊപ്പം നമ്മൾ വെറുത്തു തുടങ്ങാനുള്ള സാധ്യത കിടപ്പുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, കുറ്റബോധത്തിലേക്കും നിരാശയിലേക്കും സ്വയം വെറുപ്പിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കരുണാലുവായ ഈശോ, നമ്മുടെ പാപം ക്ഷമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈശോ, പാപത്തിൻ്റെ കണക്ക് ചോദിച്ച് നമ്മളെ കുറ്റപ്പെടുത്തി നശിപ്പിച്ച് ശിക്ഷിക്കുന്നവനല്ലാത്തൊരു ദൈവം, നമ്മുടെ പാപങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തണം ഈ നോമ്പ് കാലത്ത്. നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തെ അല്ല, രക്ഷിക്കാൻ വേണ്ടി കരം പിരിച്ച് എന്നെ മാടി വിളിക്കുന്ന ദൈവത്തെ കണ്ടെത്താനുള്ള കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞാൻ കണ്ടെത്തുന്ന എൻ്റെ ഉള്ളിലുള്ള വൈകൃതമുള്ള, ശരിയല്ലാത്തതായ, ദൈവിക സ്വഭാവമില്ലാത്ത എൻ്റെ ഉള്ളിലുള്ള വ്യക്തി, എൻ്റെ ആന്തരിക മനുഷ്യൻ, ആ ആന്തരിക മനുഷ്യന് നവീകരണം ഉണ്ടാകണമെങ്കിൽ
എന്നിലുള്ള ദൈവികമല്ലാത്ത, ദൈവം തരാത്ത, ദൈവം അനുവദിക്കാത്ത, ദൈവം ആശീർവദിക്കാത്തതിനെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. യേശുവിന് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ദൈവം നിക്ഷേപിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തോട് നാം ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനും ദൈവവും കൂടി ചേരുമ്പോഴാണ് എന്നിൽ പുണ്യം ഉണ്ടാകുന്നത്. ദൈവവും ഞാനും ചേരുമ്പോൾ എന്നിൽ പുണ്യം ഉണ്ടാകും. പിശാച് ഞാനും ചേരുമ്പോൾ പാപം ഉണ്ടാകും. അപ്പം ദൈവവും ഞാനും കൂടെ ചേരുമ്പോൾ എന്നിലുണ്ടാകുന്ന പുണ്യം, അത് എന്നിലേക്ക് വരുന്ന ദൈവീകതയാണ്, ദൈവത്വമാണ്, ദൈവ സാന്നിധ്യമാണ്, ദൈവ സ്വഭാവങ്ങളാണ്, ദൈവത്തിൻ്റെ ചൈതന്യമാണ്, ദൈവത്തിൻ്റെ ജീവനാണ്. അതിനെ കാണുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ എന്തോ നേടിക്കഴിഞ്ഞു എന്നുള്ള ചിന്തയിൽ അഹങ്കാരത്തിലേക്ക് പോകരുത്. പ്രത്യുത ഇനി ഒത്തിരി നേടാനുള്ളതല്ലേ. ആ നേടാനുള്ളതിൻ്റെ അടിത്തറ ഇതാ ദൈവം ഒരുക്കി തന്നു കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഈ ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നന്മകളെ പ്രതി, നമ്മളിലുള്ള എല്ലാ ദൈവികമായ സമ്മാനങ്ങളെ പ്രതി ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് അഹങ്കാരമുണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനെ പ്രതിയാണ് അഹങ്കാരം? ഈ സിസ്റ്റർ ബോധപൂർവം പാപം ചെയ്യുന്ന ഒരാളല്ല. അറിഞ്ഞോ അറിയാതെയോ ഉള്ള പാപങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടി ഒത്തിരി പരിശ്രമിക്കുന്നയാളാണ്. ഒത്തിരി പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഒരു നല്ല സിസ്റ്ററാണ്. പക്ഷേ തെറ്റായ ഒരു ചിന്താഗതി സിസ്റ്ററുണ്ട്. തൻ്റെ തന്നെ ദൈവം നൽകിയിരിക്കുന്ന നല്ല സമ്മാനങ്ങൾ, ഗുണങ്ങൾ, അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതിന് പകരം ഞാൻ അത് ചിന്തിച്ചു പോയാൽ ഞാൻ അഹങ്കാരിയാകുമല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് മുമ്പിൽ കരയുന്ന ഒരു വ്യക്തി. എന്തെങ്കിലും പുണ്യം ചെയ്താൽ, ഒരു നല്ല കാര്യം ചെയ്താൽ, പരിശുദ്ധമായ ഒരു കാര്യത്തിലേക്ക് ആത്മാവിനെയും മനസ്സിനെയും ജീവിതത്തെയും തിരിച്ചു നിർത്തി കഴിയുമ്പോൾ പിന്നെ പതുക്കെ കരയാൻ തുടങ്ങും. ഞാൻ പറഞ്ഞു, സ്തുതിപ്പിൽ നിന്നുണ്ടാകുന്ന, സന്തോഷം കൊണ്ടുണ്ടാകുന്ന, ആനന്ദം കൊണ്ടുണ്ടാകുന്ന കണ്ണീരാണെങ്കിൽ അത് നല്ലതാണ്. ദൈവം നൽകിയ അനുഗ്രഹത്തെ പ്രതി അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ കണ്ണീര് നല്ലതാണ്. പക്ഷേ അവിടെ ദുഃഖത്തിൻ്റെ കണ്ണീര് വരരുത്. കാരണം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടെ യോഗ്യത കൊണ്ട് നമുക്ക് കിട്ടിയതല്ല, അവിടുത്തെ സൗജന്യ ദാനമാണ്. നാം അവിടുത്തോട് ചേർന്നു എന്നുള്ളത് നമ്മുടെ വശത്തുനിന്നുണ്ടായൊരു നല്ല പ്രവൃത്തി. പക്ഷെ ചേർന്നപ്പോൾ അവിടുന്ന് നമ്മിലേക്ക് വാരിക്കോരി ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഈ കൃപയിൽ നമ്മൾ വളരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സിസ്റ്ററിനെ കാണുന്നത് റോമിൽ വെച്ചാണ്. ഞാൻ അവിടെ സന്ദർശനം പോയപ്പോൾ സിസ്റ്റർ അവിടെ ഒരു കാര്യത്തിന് വേണ്ടി സഭ നിയോഗിച്ച ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി അവിടെ എത്തിയതായിരുന്നു. എന്നെ കണ്ട ഉടനെ വന്ന് കൈകൂപ്പി നിന്നു. പഴയതുപോലല്ല, എന്തെങ്കിലും പറയുമ്പോൾ കരയുന്നില്ല, വളരെ സന്തോഷവും സംതൃപ്തിയുള്ള മുഖഭാവത്തോടെ നിന്നു. എന്നോടൊരു കാര്യം പറഞ്ഞു. അന്ന് അച്ഛൻ പറഞ്ഞത് എനിക്കൊരു നല്ല വെളിപാടായിട്ട് തോന്നി. ഇതുവരെ പിന്നീട് എൻ്റെ പാപങ്ങൾ ചെറുതാണെങ്കിൽ പോലും ഞാൻ ഇതിനെ ഓർത്ത് അനുദപിച്ച് യേശുവിനോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പാപം ക്ഷമിച്ച കർത്താവിനെ നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ പാപത്തിൻ്റെ ഓർമ്മ വീണ്ടും വന്നാലും, ലഘുപാപങ്ങളേ ഉള്ളൂ, അതാണെങ്കിൽ പോലും അത് ക്ഷമിച്ച കർത്താവിനെ നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കും. രണ്ടാമതായിട്ട്, എനിക്ക് ലഭിച്ച നന്മകളുടെ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ അഹങ്കാരത്തിലേക്ക് പോകാതെ, ആത്മപ്രശംസയിലേക്ക് പോകാതെ, അത് നൽകിയ ദൈവത്തിന് നന്ദി പറയും. ദൈവം എല്ലാം നൽകിയതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ 1 കൊരിന്തോസ് 4:7, ദാനമായിട്ട് കിട്ടിയതല്ല സ്വന്തമായിട്ട് നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കും, ദാനമല്ല എന്ന് പറ്റി നീ എന്തിനാ അഹങ്കരിക്കുന്നത്? ഇതൊരു ദൈവിക ദാനമല്ല ഈ അനുഗ്രഹം. പുണ്യത്തിൽ ജീവിക്കാൻ പറ്റുന്നു, പാപമില്ലാതെ ജീവിക്കാൻ പറ്റുന്നു, പ്രലോഭനങ്ങളെ ജീവിക്കാൻ പറ്റുന്നു, വീഴാതിരിക്കുന്നു. വീഴാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും വീഴാതിരിക്കാനുള്ള മനോബലവും ആത്മബലവും ഉണ്ട്. അതൊക്കെ ദൈവം തന്ന സമ്മാനങ്ങളാണെന്ന് ചിന്തിച്ചാൽ തന്ന ആ ദാതാവിന് നന്ദി സ്തുതിയും പറഞ്ഞാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞില്ലേ. അന്ന് മുതൽ എനിക്ക് എന്ത് അനുഗ്രഹത്തെക്കുറിച്ചുള്ള, എന്നിലുള്ള നന്മകളെക്കുറിച്ചുള്ള ചിന്ത വന്നാലും ഞാൻ ഉടനെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. അതോടുകൂടി എനിക്ക് പുതിയ പുതിയ കൃപകളും എന്നിൽ ചില പുണ്യങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. നിസ്സാരമെന്ന് ലോകം വിധി എഴുതുന്നതായിരിക്കാം, പക്ഷെ എനിക്കത് വലുതാണ്. കാരണം ഞാൻ ചെറിയ ഒരു തെറ്റുപോലും ചെയ്താൽ വേദനിക്കുന്ന ദൈവത്തിൻ്റെ മുഖം എനിക്ക് ദർശനത്തിൽ കാണാൻ പറ്റും.
ഞാൻ ഓരോ നന്മ പ്രവൃത്തികൾ ചെയ്യും, പുണ്യം ചെയ്യുമ്പോഴും പുഞ്ചിരിക്കുന്ന ദൈവത്തിന് മുഖം എനിക്ക് കാണാൻ പറ്റും ദർശനത്തിൽ. അപ്പോൾ ഞാൻ ഉപരി കൃപയിൽ വളരാൻ മാത്രം ഇത് കാരണമായി തീർന്നു. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്കുള്ള നോട്ടത്തിലൂടെ കാണുന്ന കുറ്റങ്ങളും കുറവുകളും ഈശോയുടെ കയ്യിൽ കൊടുത്ത് പാപം ക്ഷമിക്കുന്ന കർത്താവിന് നന്ദി സ്തുതിയും പറഞ്ഞ്, അത് കഴിഞ്ഞ് പിന്നീട് ഈ പാപത്തിൻ്റെ ഓർമ്മ വന്നാലും വീണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, പാപം ക്ഷമിച്ചതിനെ ഓർത്ത്. പിന്നീട് സോറി പറയണ്ട, വീണ്ടും അതിന് പാപപൂർത്തിക്ക് വേണ്ടി യാചിക്കേണ്ട, അതെല്ലാം ഈശോ ക്ഷമിച്ചു കഴിഞ്ഞ് പരിപൂർണമായിട്ട്. അപ്പോൾ ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇനി ലഭിച്ച നന്മകളെ പ്രതി ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളിൽ കൃപ കൂടുതൽ വളരാനും ഞങ്ങളുടെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാനും നോമ്പുകാലത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും എല്ലാ പരിശ്രമങ്ങളും കാരണമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.